സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായ നീക്കും. മൂന്നാം അധ്യായം 12 മുതൽ 18 വരെ. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. മങ്ങിക്കൊണ്ടിരിക്കുന്ന വേദത്തിന്റെ തീരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂക്കുപടം ധരിച്ച മോശയെ പോലെയല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂക്കുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. അത് ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ദൈവമായിരുന്നു. അന്തിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ദൈവമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 17-20 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടുത്തെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി പിതാവ് അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് അയച്ചു വരുന്ന ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർ ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവർ എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങയെ അയച്ചു വരുന്ന ലോകം അങ്ങയെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിച്ചു വരുന്നു ലോകം അറിയട്ടെ. പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവരുടെ സ്നേഹത അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവർ അത് കാണുവാൻ അങ്ങ് ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവ് ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാൾ അയച്ചു ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും.
വിധിക്കുകയും ചെയ്ത മിശിഹായെ വിധി ദിവസത്തിലെ മുഖത്തോടായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ കഴിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗ്ഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാന സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർപ്പാൻ ഞങ്ങൾ സഭയുടെ പിതാവ് തലവനായ പിതാവിന്റെ ഞങ്ങൾ അതിലുള്ള മറ്റെല്ലാവരെയും ആത്മീയ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ വിശുദ്ധായ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിലെയും കാലത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും ഈ കൽപ്പനയനുസരിച്ച് മിശിഹായ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവദിക്കണം. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ,
ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിൽ സ്വർഗവാസികളായ മാലാഖമാരും മുമ്പിൽ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാഥാവിൻ കീർത്തനഗീതികളാൽ നിറയുന്നു എന്നും ഭൂതലവും. ഉന്നതമേനിൽ ഓശാന ദാവീദിൻ സുതൻ ഓശാന. ഉന്നതമേനിൽ ഓശാന ദാവീദിൻ സുതൻ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിട. ഹോശാന 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 ഹോശാന. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിഹാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. എല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വവും മുന്നിലാണച്ച് കുമ്പിടുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. സജീവവും പരിശുദ്ധവും ജീവദായകമായ സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കുക. സുരസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ ജലത്തിലുള്ളതാകുന്നു.
സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടിന്നു പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൽ തേങ്ങണി കേട്ടിടയോ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നു പ്രാർത്ഥിക്കുന്നിതാ. മഹീൽ ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർ കണങ്ങളാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം കൊണ്ടു കേണിത. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പാപപ്രായശ്ചിത്തമാ. ഉലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകലേ, ഉടഞ്ഞു മാത്രം ഞാൻ. എന്റെ ശിഷ്ടജന്മമോ നിന്റെ പാദനാടനം, എന്നും ആശ്രയം നീ മാത്രമേ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നു പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൽ തേങ്ങണി കേട്ടിടയോ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടിന്നു പ്രാർത്ഥിക്കുന്നിതാ. ഞങ്ങൾ
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായിരിക്കും. പാവനകന്യമറിയത്തിൻ പൂജിത ഗാത്രവും ആത്മാവും ദൈവം വിണ്ണിലുയർത്തുകയാൽ സ്തുതിഗീതങ്ങൾ പാടുക. സുതനാമീശോ മിശിഹാതൻ അമ്മയുയർത്തും പ്രാർത്ഥനയാൽ ദൈവാനുഗ്രഹമണിയാനായി നിങ്ങൾ യോഗ്യത നേടട്ടെ. കർത്താവാഗതനാകുമ്പോൾ മോദമോടെ അവനെ എതിരേൽക്കാൻ സ്വർഗമഹത്വം പ്രാപിക്കാൻ മറിയം തുണയായി തീരട്ടെ. ജീവനും തിരുസീമായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും